അളിന് വെറുതെ തോന്നണതാ. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. മറന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച് വേണ്ടളിയാ. നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക്. വിമലേ, ഹൈ വേണ്ടളിയാ, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ. എന്താ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഏയ് ഞാൻ പറയാം, ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ നടക്കും. ബോംബോ? എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ബോംബ്? ഒന്നുമില്ല ചേച്ചി. ആ ബോംബ് അല്ലെന്ന്, നമ്മുടെ ഓഫീസിലെ മോളി വർഗീസില്ലേ, അവളെ ഇവൻ എന്ത് ചെയ്തു? എന്റെ ചേച്ചി, ഇവന്റെ കാര്യമല്ലെന്ന്. അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കുഴഞ്ഞൊരു വരവ്. എന്തിനാ? എന്തിനാ? എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി. ഇതേ പോയി ജോലി ചെയ്തേ ചേച്ചി. നീ മിണ്ടാതിരിക്കെ. ഷാജേട്ടൻ പറ. ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ച് ഒപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ? അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്ത് നിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെ ഇട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളിൽ തുമ്പി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പ വാതിലും തുറന്ന് ഇവൻ. ചേച്ചി ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പ തുടങ്ങിയ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലയോടാ. പോലെ എന്താ ഇത്? മോളി വർഗീസ്, മോളെ വിമലെ, ഞാൻ പറയുന്നത് കേക്ക്.